പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹങ്ങളും നന്മകളും നൽകി തരുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിൻ്റെ കാരണത്തെ തൊടുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾ കടന്നു വരാറുണ്ട്, പല പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട്. നമ്മളാരും ആ പ്രശ്നങ്ങൾ കടന്നു വരുന്നതിൻ്റെ കാരണം എന്താ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല, നമ്മൾ ചിന്തിക്കാറുമില്ല. പക്ഷെ സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിലെ വിഷയം എന്താണോ, നിന്റെ ജീവിതത്തിലെ പ്രശ്നം എന്താണോ, ആ പ്രശ്നത്തിൻ്റെ മൂല കാരണം അതിനെ സർവശക്തനായ ദൈവം തൊടുവാനിടയായിത്തീരും. ഒന്നുകൂടി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആരോടെങ്കിലും ഒരു പിണക്കമുണ്ടെങ്കിൽ, ഒരു വഴക്കുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ പറയാറുണ്ട്, അവരെന്നോട് പിണക്കമാ, അവരെന്നോട് വഴക്ക എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും ഒന്ന് പുറമോട്ടിറങ്ങി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്താ, ഈ വഴക്കുണ്ടാകാൻ കാരണമെന്താ? മറ്റുള്ളവർ നമ്മോട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുണ്ടായ കാരണം എന്നിൽ നിന്ന് ഉണ്ടായത് എന്താണ് എന്ന നമ്മൾ ഇന്ന് വരെയെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നാൽ പ്രിയമുള്ളവരെ, തിരുവചനാടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിന് കാരണം എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു ശതമാനം പ്രശ്നങ്ങളെയും പ്രതികൂലത്തെയും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതിന് ഉദാഹരണമായിട്ട് ഞാൻ തിരുവചനത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളെ കേൾപ്പിക്കാം. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇതിനകത്ത് ആഴമായിരിക്കുന്ന ഒരു ദൈവിക ദൂത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് വരുന്ന യാത്രയിൽ ഒരു വിലാപയാത്രയായി ഒരു മകൻ മരിച്ച വിധവയായ അമ്മ സെമിട്രിയിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ വിലാപയാത്രയുടെ മുന്നിൽ പ്രിയ വിധവയായ മാതാവ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മ എന്തിനാണ് നിലവിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ മകൻ മരിച്ചു, മഞ്ചത്തിൽ കിടത്തി, ചിലർ അവനെ ചുമന്നുകൊണ്ട് പോകുകയാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായല്ലോ, സെമിട്രിയിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടക്കം ചെയ്യാൻ മകനെ ചുമന്നുകൊണ്ട് പോകുന്ന ചിലരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ വളരെ പ്രയാസത്തോടെ വേദനയോടെ കരയുന്ന അമ്മയുടെ വിഷയമെന്ന് പറയുന്നത് തൻ്റെ മകനെ ചൊല്ലിയുള്ള വിഷയമാണ്. തൻ്റെ മകനെ ചൊല്ലി ആഴമായി പ്രിയ മാതാവ് നിലവിളിച്ച് മുന്നോട്ട് വരുമ്പോൾ
ആ നിലവിളിയുടെ ആഴത്തെ കണ്ട സർവശക്തനായ ദൈവം ആ അമ്മയോട് പറഞ്ഞു, കരയണ്ട മകളെ, കരയണ്ട എന്ന് പറഞ്ഞിട്ട് കർത്താവ് മഞ്ചത്തെ തൊട്ടു. ശ്രദ്ധിക്കണം, മരിച്ചു കിടക്കുന്നത് വിധവയുടെ മകനാണ്. പക്ഷെ കർത്താവ് തൊട്ടത് മരിച്ച മകനെയല്ല തൊട്ടത്, മകനെ ചുമക്കുന്ന മഞ്ചത്തെ കർത്താവ് തൊട്ടു. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? കരയുന്ന ദൈവവൈതലെ, നിലവിളിക്കുന്ന ദൈവവൈതലെ, നിന്റെ വിഷയത്തിന്റെ മൂല കാരണം എന്താണോ ആ കാരണത്തെ തൊട്ട് നിന്നെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം. നമ്മളൊക്കെ ചിന്തിച്ചു പോകും, കർത്താവ് എന്തുകൊണ്ട് മരിച്ചവനെ തൊട്ടില്ല? വാസ്തവത്തിൽ മരിച്ചവനെയല്ലേ കർത്താവ് തൊടേണ്ടത്? നമ്മുടെയൊക്കെ ചോദ്യമല്ലേ, ചിന്തയല്ലേ? എന്നാൽ സർവശക്തനായ ദൈവത്തിന് പറയാനുള്ളത്, മരിച്ചവനെ അല്ല തൊടേണ്ടത്, ഈ മരിച്ച് കൊണ്ടുപോകുന്ന മഞ്ചമുണ്ടല്ലോ, അവന് ചുമക്കുന്ന മഞ്ചമുണ്ടല്ലോ, അവനെ കിടത്താൻ കാരണമായ മഞ്ചമുണ്ടല്ലോ, അവന് പ്രശ്നത്തിൽ ചുമന്നുകൊണ്ട് പോകാൻ ഉണ്ടായ കാരണമായ മഞ്ചമുണ്ടല്ലോ, അതിനെയാണ് തൊടേണ്ടത്. കർത്താവ് മഞ്ചത്ത് തൊട്ടപ്പോ മഞ്ചം ചുമക്കുന്നവർ നിന്നു. ഒന്നുകൂടി ഞാൻ ദൂത് പറയാം. നിന്റെ ജീവിതത്തിലെ വിഷയം അതെന്തും ആയിക്കോട്ടെ, നീ കരയാൻ തയ്യാറാണെങ്കിൽ നിന്റെ വിഷയത്തെ ചുമക്കുന്നതിന്റെ മൂല കാരണത്തെ ദൈവം തൊടും. ദൈവം തൊടുമ്പോൾ നിന്നെ ചുമക്കുന്നവർ നിൽക്കും. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ വിഷയത്തെ ചുമക്കുന്ന, നിന്റെ വിഷയത്തിന് കാരണമായി തീർന്ന ചിലത് നിൽക്കുവാനിടയായിത്തീരും. നിന്ന് കഴിയുമ്പോൾ അവിടെ ദൈവാത്മാവ് മഞ്ചത്തിൽ കിടന്ന, അല്ലെങ്കിൽ നിന്റെ വിഷയം ഒതുക്കപ്പെട്ട് കിടന്ന സ്ഥാനത്തു നിന്ന് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുവാനിടയായിത്തീരും. ചിലർ വിഷയത്തെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്, അപവാദപ്പെടുത്തിക്കൊണ്ടും പരാതി പറഞ്ഞുകൊണ്ടും പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടും നിന്നെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നിന്നെ തകർക്കാനുണ്ടായ കാരണം എന്താണോ, നിന്നെ മുടിക്കാനുണ്ടായ കാരണം എന്താണോ, നിന്നെ ചോർത്തിക്കളയാനുണ്ടായ കാരണം എന്താണോ, അതിനെ സർവശക്തനായ ദൈവം തൊടുവാനിടയായിത്തീരും. നീ പരാജയം അനുഭവിക്കുവാൻ, നീ തകർന്നു പോകുവാൻ, നിന്റെ കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ടു പോകുവാൻ, നിന്റെ തലമുറയുടെ കൂട്ടത്തിൽ നിന്ന് നീ ഒറ്റപ്പെട്ടു പോകുവാൻ, നിന്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീ ഒറ്റപ്പെട്ടു പോകുവാൻ ഉണ്ടായ കാരണം എന്താണോ, ആ കാരണത്തെ സർവശക്തനായ ദൈവം തൊടും. അവൻ നിന്റെ വിഷയത്തെ ചുമക്കുന്ന ചിലരുണ്ടല്ലോ, നിന്നെ നാണം കെടുത്തുവാൻ, നിന്നെ അപവാദപ്പെടുത്തുവാൻ, നിന്നെ തകർത്തു കളയുവാൻ പദ്ധതി ഒരുക്കി നിന്റെ വിഷയത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ചിലരുണ്ടല്ലോ, ദൈവാത്മാവ് തൊട്ടാൽ അവർ നിൽക്കുവാനിടയായിത്തീരും. ദൈവം തൊടണമെങ്കിൽ വിഷയത്തിന്റെ നടുവിൽ നീ ദൈവത്തോട് നിലവിളിക്കുവാനിടയായിത്തീരണം. നിന്റെ ശക്തമായ ഹൃദയം നുറങ്ങിയുള്ള നിലവിളിയുടെ മുമ്പിൽ ദൈവം നിന്റെ വിഷയത്തെ ചുമക്കുന്ന, നിന്റെ വിഷയത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തെ ദൈവാത്മാവ് തൊട്ടു കഴിഞ്ഞാൽ അടുത്ത വാക്യം പറയുന്നത്, ആമേ ചുമക്കുന്നവർ നിന്നു, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നിന്റെ വിഷയം എന്താണോ മരിച്ചു കിടക്കുന്നത്, ആണ്ടുകളായി മരിച്ചു കിടക്കുന്ന വിഷയമായിക്കോട്ടെ, ഒരിക്കലും ഇനി പുനർജന്മം ഉണ്ടാകില്ല, ഒരിക്കലും ഈ വിഷയത്തിന് വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് നീ ചിന്തിച്ച് വളരെ വേദനയോടിരിക്കുന്ന വിഷയമാണെങ്കിലും സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്ന നിന്റെ കരച്ചിലിന്റെ നടുവിൽ, ഹൃദയം നുറുങ്ങിയുള്ള നിന്റെ വേദനയുടെ നടുവിൽ നീ ഭാരപ്പെടുന്ന വിഷയം എന്താണോ, അത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാനുണ്ടായ കാരണം എന്താണോ, ആ കാരണത്തെ സർവശക്തനായ ദൈവം തൊടും. തൊട്ടാൽ നിന്റെ വിഷയത്തിന് ഒരു വിടുതൽ ഉണ്ടാകുവാനിടയായിത്തീരും. അതുകൊണ്ട് പലപ്പോഴും പ്രിയമുള്ളവരെ, നമ്മൾ വിഷയത്തെ ഓർത്താണ് വിലപിക്കാറുള്ളത്.
നമ്മൾ വിഷയത്തെ കണ്ടാണ് ഭാരപ്പെടാറുള്ളത്. എന്നാൽ ചിന്തിക്കണം, വിഷയം കൊണ്ടുവരാനുണ്ടായ കാരണം എന്താണോ ആ കാരണത്തെ സർവശക്തനായ ദൈവം തൊടുവാനിടയായി തീരണം. ആ വിഷയത്തെ സർവശക്തനായ ദൈവം തൊടണമെങ്കിൽ വിധവയുടെ നിലവിളി, നിലവിളി എന്ന് പറയുന്നത് ഹൃദയം നുറുങ്ങിയുള്ള നിലവിളിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി, ഇനി അവന് ഒരിക്കലും എനിക്ക് കിട്ടില്ല, ആമേൻ, അവനെ സെമിട്രിയിലേക്ക് വെക്കാൻ കൊണ്ടുപോകുകയായി എന്ന് ആമേൻ, ആ ഹൃദയം പൊടിഞ്ഞുള്ള, ആ ഹൃദയം നുറുങ്ങിയുള്ള വേദനയുടെ നടുവിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചതുപോലെ ആമേൻ, നിന്റെ ഹൃദയം ഒന്ന് നുറുങ്ങുവാൻ, വേദനയോടെ നിലവിളിക്കാൻ നീ തയ്യാറാണോ? നിന്റെ വിഷയത്തെ ദൈവം വിടുവിച്ച പരാജയപ്പെട്ട മേഖലകളിൽ നിന്ന് നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണമിടയായി തീരും. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.